കഴിക്കല്ലേ ചുമക്കണല്ലേ ചുമക്കണല്ലേ കഴിക്കല്ലേ കരയുണ്ട മോളെ, കരയുണ്ട. സവാള അരിഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞു. പല്ലേ കെട്ടിട്ടാ ബാബു കാണിച്ചവാ. Baba, bala piki baba makanula. നീക്ക് Bala, tapi. ഹായ് ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഒരു ബിരിയാണി വെക്കാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് രാവിലെ പോയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിക്കാം, സെറ്റാക്കാം എന്നൊക്കെ. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോഴത്തേനും മുത്തുകൊച്ചുണ്ട് അപ്പം എൻ്റെ അനിയൻ. അത് പോയിട്ട് ഇറച്ചി അരിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇപ്പം അത് വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാം കൊണ്ട് ഞാൻ ഉച്ചയൂടെ റെഡി ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ കഴിയും. ഇപ്പൊ നമ്മ ഇറങ്ങിയേക്കണത് എന്തോ RKGയും കാണിക്കാം. പക്ഷേ ഇപ്പൊ ഭയങ്കര ദാഹം, നല്ല വെയിലുള്ളൂ. നമുക്ക് ആദ്യം പോയിട്ട് 2 ലസ്സി കുടിക്കാം. അതെ, 2 ലസ്സി കുടിക്കാം ഗൈസ്. ഭയങ്കര അല്ല ചൂട്. അപ്പൊ ബാക്കി ലസ്സിക്കട എത്തിയിട്ട് അങ്ങനെ നമ്മ ലസ്സി കുടിച്ചിറങ്ങി ഗൈസ്. എങ്ങനെയുണ്ട് ലസ്സി? കഴിച്ചിട്ടില്ല, രാവിലെ എണീച്ചത് വളരെ നേരത്തെ ആയതുകൊണ്ട്. അങ്ങനെ ബിരിയാണിക്കുള്ള പരിപാടി ഞാൻ തുടങ്ങിയിട്ടാ. ആദ്യം തന്നെ ഈ കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുക്കലായിരുന്നു പരിപാടി. എങ്ങനെ അതൊക്കെ വറുത്തൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ കോലം ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. അരി കുറച്ചും കൂടെ വേവാനുണ്ട് ഗൈസ്. വേവാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ലാലാപ്പി ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടാ. ലാലാപ്പി നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു ഇവിടെ. അങ്ങനെ അടുപ്പത്തെ അരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത ദമ്മിനുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷേ ദമ്മിനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റൈസ് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അവൾ ഒരു ഡിറക്ഷനിലേക്ക് റൈസ് മാറ്റി വെച്ചിട്ട് ആ സൈഡിൽ നിന്ന് ഇട്ടിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ദമ്മും കൂട്ടി ആ റൈസൊക്കെ ആ സൈഡിലേക്ക് മാറ്റി വെച്ച് ഫില്ല് ചെയ്തു. ഒരു ഭംഗിക്കെന്ന മേലെ കൂടെ കിടന്നോട്ടെന്ന് വെച്ചിട്ട് അവിടെ ഇട്ടു. അങ്ങനെ അതൊക്കെ നമ്മൾ നൈസായിട്ട് എല്ലാം കൂടെ ഫില്ലൊക്കെ ചെയ്ത് അടുപ്പിലൊരുവിധം സെറ്റാക്കി ഇങ്ങനെ വെച്ചു. അങ്ങനെ നമ്മുടെ ദമ്മെല്ലാം സെറ്റാക്കി അതിലേക്ക് നെയ്യൊക്കെ പീനിട്ടു. അങ്ങനെ ഉഷാറായി. പിന്നെ അതിൻ്റെ മുകളിലേക്കും കൂടെ നമ്മൾ റൈസൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ട് നല്ല ദമ്മിലങ്ങോട്ട് സെറ്റാക്കിയിട്ട് പിന്നെ ഒഴിക്കുന്ന മറ്റേ ബിരിയാണിൻ്റെ എസൻസ് ആണ് കേട്ടോ, വെള്ളം മിക്സ് ആക്കിയിട്ട്. അത് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ നമ്മളെല്ലാം ക്രിസ്മസും ഇതെല്ലാം കൂടെ ഇങ്ങനെ വിതറിയിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെയൊക്കെ അങ്ങോട്ട് സാധനം ഇട്ട് നല്ല സെറ്റാക്കി, അതായത് കാണുമ്പോൾ തന്നെ ബിരിയാണിക്കൊരു ഫീൽ തോന്നുന്നുണ്ടേ. അതുകൊണ്ട് ആ ഫീല് വരാൻ വേണ്ടിയിട്ട് നല്ലവണ്ണത് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്ത് എൻ്റെ പൊന്നളിയാ സെറ്റ്. നൗഷിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സീരിയസ്ലി നല്ല മണം വന്നുണ്ട്, നല്ല മണം വന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ പറയാൻ എന്തായിരുന്നു ഇത്ര മടി? അയ്യോ ചിക്കൻ ബിരിയാണി റെഡി. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ, നല്ല സെറ്റ് സാധനമായിരുന്നു, സെറ്റ്. ലാലാപ്പിനോട് റിയാക്ഷൻ ഉണ്ട്, ഇപ്പൊ നോക്കിക്കോട്ടോ. അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് കിട്ടിയതൊക്കെ കഴിഞ്ഞു. നമ്മുടെ അടുത്ത പരിപാടി ഒരു മൂവി ഡേറ്റ് ആണ്. അതിന് ലാലാപ്പിനെ കൊണ്ടുവന്നില്ല, കാരണം അവിടെ നൗഷിൻ്റെ അനിയത്തിയും കൊച്ചൊക്കെയുണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ. നമ്മവിടെ ആക്കിയിട്ട് അവളായിട്ട് സിനിമ പോണെയാണ്. സിനിമ ഫിക്സ് ചെയ്തിട്ടില്ല, തിയേറ്ററിൽ ചെന്നിട്ട് നല്ല തിരക്ക് ഇല്ലാത്ത നല്ല സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഇതിലൊരു പടത്തിൽ ഇരുന്ന് കാണാം. അല്ലേ ലാലാപ്പി? അങ്ങനെ നൗഷിൻ്റെ ഉമ്മാൻ്റെ വീടെത്തി. നമ്മൾ ലാലാപ്പിനെ കൊണ്ടാക്കണണ്ട. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നോക്കിയിട്ട് എനിക്കിങ്ങനെ താറ്റയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എന്നെ കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. പപ്പ വാദം പറഞ്ഞ് നിൽക്കണായിരുന്നു. അങ്ങനെ നമ്മൾ ലാലാപ്പിനാക്കിയിട്ട് സിനിമക്ക് പോവുകയാണ്. അല്ലേ? അതെ, സിനിമ എന്നും ഒരു വീക്ക്നെസ് ആണ് എനിക്ക്, മനസ്സില്ല. കൂടി എനിക്ക് വല്ലുണ്ട് സിനിമയും ഫുട്ബോളും. ഏത് ഓടത്തിന് കയറണം? അതിനകത്ത് കയറിയാൽ മതിയാ? ഫൈനലി ഇവിൽ ഡെഡ്. പ്രേതപ്പടം കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് പ്രവേശിച്ചിട്ടാ. കുറേ നാൾക്ക് ശേഷം ഒരു ഇംഗ്ലീഷ് പ്രേതപ്പടത്തിന് വേണ്ടി കയറുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നൗഷി പറയുന്നതായിരിക്കും. ഓക്കെ, പടം കണ്ടു ഇറങ്ങി. എങ്ങനെയുണ്ടായി? ഞാൻ 2 മണിക്കൂർ തീർത്തവിടെ. അത് നീയല്ലേ ഈ പടത്തിന് കയറാന്ന് പറഞ്ഞത്? ആരല്ലേന്ന് പറഞ്ഞു പോയി. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചിവിടെ എത്തിയിട്ടാ. എത്തിയപ്പോൾ കാണാൻ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജനലിൽ നമ്മളെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. ലാലാപ്പിക്ക് അയച്ചിന് എന്താണെന്നറിയില്ല, നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ലാലാപ്പി നമ്മളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇതേ പപ്പാവും ഇത് പറഞ്ഞിട്ട് അയച്ചിനോട്. നൗഷി അവിടെ എത്തി, ലാലാപ്പിനെ കണ്ട് നിന്ന്. പിന്നെ ലാലാപ്പിക്ക് കുറച്ച് മാതക്കുണ്ട് കേട്ടോ. പിന്നെ എന്നെ കാണുമ്പോൾ ലാലാപ്പിക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ ഇതാണ്ട് നമ്മുടെ അയച്ചിൻ, നമ്മുടെ ആദ്യത്തെ മോനാണ്.
മോൻ മീൻസ് നമ്മുടെ കേട്ടോ നൗഷീൻ്റെ അനിയത്തിൻ്റെ മോനാണ്, പക്ഷേ നമുക്ക് മോനെ പോലെയാണ്. പിന്നെ ഞാൻ പുന്നാരിക്കണുണ്ട്, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരാളുണ്ടാവുമല്ലോ ഓരോ കുടുംബത്തിലും. ദാറ്റ് ഈസ് മൈ ഡോട്ട. ഞാൻ ആളെ വന്നപ്പോൾ നൗഷീൻ്റെ മുമ്പ് എനിക്ക് മാംഗോ ജ്യൂസൊക്കെ കലക്കി തന്നു. അപ്പോൾ തന്നെ ഒരാളിത് കണ്ടിട്ട് ദേ വന്നിട്ട് കണ്ട പറഞ്ഞിട്ട് കാര്യമില്ലടി, ഭാര്യയായി പോയില്ലേ, ചവിട്ടി കൊന്നതിനല്ലേ ഇങ്ങനെ. പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ തന്നെ അത് കുടിച്ച് തീർത്ത് ഞാൻ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരുന്നു, കണ്ടില്ലേ. പിന്നെ ഞാൻ ഇവിടെ തന്നെ അളിയനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, അളിയൻ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോകാനായിട്ട്. അപ്പോൾ അളിയൻ വന്നിട്ട് വേണം ബാക്കി പരിപാടി. സോ അളിയനെ വെയിറ്റിങ്ങിലാണ്, ഇപ്പോൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മ മറൈൻ ഡ്രൈവ് എത്തിയിട്ടാ, നമ്മൾ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത് സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് അളിയൻ കുറച്ച് ഫോട്ടോഗ്രാഫി മൂടാണ് ആളതുകൊണ്ട് ഇവിടെ വന്ന ടൈമിൽ തന്നെ മൊത്തം ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. ഒരു ചെറിയ സ്പോട്ട് കിട്ടി നമ്മൾ അവിടെ നിന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർ വൾഗറായിട്ടാണ്. കാരണം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളവരോട് ഇങ്ങനെ വന്നേക്കാം, നമ്മൾ ശ്രമിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് പിള്ളേരല്ല കളിയായിരുന്നു. അപ്പോൾ ഭാര്യമാരൊക്കെ അങ്ങോട്ട് ഇറങ്ങി പിള്ളേരെ നോക്കിയിരുന്നു, കൂട്ടത്തിൽ നമ്മളും നോക്കിയിരുന്നു. വേറെന്ത് ചെയ്യാനാണ്, പറ്റിപ്പോയില്ലേ. അങ്ങനെ നമ്മൾ ആ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തൊരു ഡയറക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ ഇരിക്കുന്നിടത്ത് മൊത്തം ഫാമിലി വൈബൊക്കെ ആയതുകൊണ്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ ഓടിക്കളിക്കാനായിട്ട്. അപ്പോൾ അപ്പുറത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നു. ലാലാപ്പി അവിടെ നിന്ന് ആരാണ്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ അറിയാം. ഓട്ടം കണ്ടില്ലേ. അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാണ് ഉമ്മി? മറൈൻ ഡ്രൈവ്. ആ കൊള്ളാട്ടോ, നല്ലൊരു ആംബിയൻസ് ഉണ്ട് അല്ലേ. ഈ സൈഡിൽ ഇപ്പുറത്ത് കപ്പിൾസ്, അപ്പുറം മൊത്തം ഫാമിലീസ് അല്ലേ. സാധാരണ നമ്മളിവിടെ വരുമ്പോ നല്ല പണ്ട് അപ്പൊ ഇവിടെ ഫുൾ കാട്. അതെ, നമ്മ പ്രേമിച്ച് നടക്കണ സമയത്തൊക്കെ വരുമ്പോൾ കുറച്ചും കാടായിരുന്നു. ഇപ്പൊ നല്ല സെറ്റപ്പൊക്കെ അടിപൊളിയായി, കൊള്ളാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മണ്ടല്ലോ നമ്മുടെ ബ്രോഡ് വേ വഴിയാണ് പോയത്. നിങ്ങൾ തിരക്കുള്ള ബ്രോഡ് വേയിൽ കണ്ടിട്ടുള്ളൂ, തിരക്കില്ലാത്ത ബ്രോഡ് വേ കണ്ടിട്ടില്ലല്ലോ, അതൊരു വേറെ വൈബ് തന്നെ ഉണ്ടാ. പിന്നെ വന്ന വഴിക്കൊരു ഫോൺ വിളി വന്ന്, അതെന്താ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. അമ്മേ എറണാകുളത്ത് നിന്ന് വന്നിരുന്നിട്ടോ ഒരു വിളി വന്നേക്കുന്നു, എടാ വെക്കമ്പ രണ്ടുപേരെ വണ്ടി ഇടിച്ചെന്ന്. ഒരു ഓട്ടോക്കാരൻ വന്നിടിച്ച്, അയാൾ വെള്ളമായിരുന്നു. അയാൾ പക്ഷേ രണ്ടും പറയാണ്ട് പോയിന്ന് വണ്ടി ഇട്ടിട്ട്. അമ്മ എന്നിട്ട് ഇതേ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു വണ്ടി ഇടിച്ചിട്ട്. പിന്നെ വണ്ടി ഇടിച്ചേക്കണ സജായിനെയും ഫയാസിനെയും ഉണ്ടാ, അവന്മാരവിടെ ഇരിക്കണ്ടി അകത്ത്. മറ്റേ അവന്മാർ ഈ കാലൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ഇരിക്കണ്ടി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും നോക്കി കണ്ടൊക്കെ പോവാട്ടോ, അതുകൊണ്ട് പറയാം. പെടൽ കാണിച്ചതാ, ഇതെന്താണ് ഇന്നത്തെ സൺഡേത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ. എല്ലാവരും നോക്കുക, സൂക്ഷിക്കുക. ഓക്കെ.